ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് CBSE ക്ലാസ് 10 മാത്തമാറ്റിക്സ് ചാപ്റ്റർ 7 കോർഡിനേറ്റ് ജോമെട്രിയിൽ എക്സസൈസ് 7.1 ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ്. ഓക്കെ, യെസ്. ഫൈൻഡ് ദ പോയിന്റ് ഓൺ ദ എക്സ് ആക്സിസ് വിച്ച് ഈസ് ഇക്വിഡിസ്റ്റന്റ് ഫ്രം 2 - 5 ആൻഡ് -2 9. അഥവാ 2 - 5 -2 9 എന്നീ രണ്ട് പോയിന്റിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസിലുള്ള എക്സ് ആക്സിസിൽ ഒരു പോയിന്റ് എന്നാണ് പറയുന്നത്. ഞാനിവിടെ ജസ്റ്റ് ഒരു റഫ് ഫിഗർ വരയ്ക്കാണ് കേട്ടോ. പോയിന്റ് പി ഓൺ എക്സ് ആക്സിസ്. എക്സ് ആക്സിസിൽ ഒരു പോയിന്റിന്റെ വൈ കോർഡിനേറ്റ് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. എക്സ് ആക്സിസിലുള്ള ഒരു പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ വൈ കോർഡിനേറ്റ് എപ്പോഴും 0 ആയിരിക്കും. ഇനി വൈ ആക്സിസിലുള്ള ഒരു പോയിന്റ് ആണെങ്കിൽ അവിടുത്തെ എക്സ് കോർഡിനേറ്റ് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, കാരണം നമ്മളുടെ ആക്സിസ് ഇങ്ങനെയല്ലേ കിടക്കുന്നത്, ഹൊറിസോണ്ടൽ ലൈനാണ് എക്സ്. ഇവിടുത്തെ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഒക്കെ വൈ ആക്സിസ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി വൈ കോർഡിനേറ്റിലുള്ള ഒരു പോയിന്റ് എടുത്താൽ അവിടുത്തെ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ഇനി ഞാനിവിടെ റഫ് ഫിഗർ വരച്ചിട്ടുണ്ട്. ഒരിക്കലും സ്ട്രൈറ്റ് ലൈൻ ആവണം നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഞാൻ റഫായിട്ട് വരച്ചു എന്നുള്ളൂ. ഈ ലൈൻ ചിലപ്പോൾ ഇങ്ങനെ ആവാം, ചിലപ്പോൾ ഇങ്ങനെ ആവാം. എക്സ് ആക്സിസിനെ കട്ട് ചെയ്യണം എന്നുള്ളൂ. എക്സ് ആക്സിസിനെ അത് കട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് റഫായിട്ട് വരച്ചപ്പോൾ ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചു എന്നുള്ളൂ. ഇനി എനെ ഞാൻ 2 - 5 എന്ന് എടുത്തു, ബിനെ -2 9 എടുത്തു. ഇതിൻ്റെ അടിയിൽ പി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, അത് എക്സ് ആക്സിസിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനെ ഞാൻ x0 എന്ന് എടുത്തു. ഇനി നമ്മളുടെ കണ്ടീഷൻ ഇക്വിഡിസ്റ്റന്റ് ആണ്. അങ്ങനെയെങ്കിൽ പി എയുടെ നീളവും പി ബിയുടെ ലെങ്ത്തും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ആൻഡ് ദാറ്റ് മീൻസ് ഇക്വിഡിസ്റ്റൻസ് പി എ ഈക്വൽ ടു പി ബി ആയിരിക്കും. പി എ ഈക്വൽ ടു പി ബി. ഇനി ഡിസ്റ്റൻസ് ഫോർമുല വെച്ചുകൊണ്ട് നമ്മളിവിടെ ഇക്വേഷൻ കൊടുത്തു. √(x1 - x2) എന്നാണ് കേട്ടോ. ഓക്കെ, ആദ്യം പി എ ഞാൻ കൊടുത്തത്, ഇക്വേഷൻ ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല, നമ്മൾ ഒരുപാടായി എഴുതുന്നു. x1 - x2, അപ്പോൾ x - 2. ഇനി y1 - y2, അപ്പോൾ 0 - -5. ദെൻ ഇവിടെ അതേപോലെ തന്നെ x - -2, 0 - 9. ഓക്കെ, രണ്ട് ഭാഗത്തും നമ്മൾ സ്ക്വയർ ചെയ്യും. എന്തിനാ രണ്ട് ഭാഗത്തും സ്ക്വയർ ചെയ്യണത്? അപ്പോൾ റൂട്ട് ക്യാൻസൽ ആവും. ഓക്കെ, രണ്ട് ഭാഗത്തും നമ്മൾ ഇക്വേഷൻ്റെ ഭാഗത്ത് എന്ത് ചേഞ്ച് വരുത്തിയാൽ അത് രണ്ട് ഭാഗത്തും വരുത്തുക. അപ്പോൾ ഈക്വൽ സൈനിൽ എന്തുണ്ടാവില്ല? മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ രണ്ട് ഭാഗത്തും എന്ത് ചെയ്തു? സ്ക്വയർ ചെയ്തു. അപ്പോൾ റൂട്ട് അങ്ങോട്ട് ക്യാൻസൽ ആവും. ബാക്കി ഉണ്ടാവുക x - 2² പ്ലസ് 2 മൈനസ് അടുപ്പിച്ച് വരുമ്പോൾ അത് പ്ലസ് ആവും. 0 + 5 5 ആണ്. ദെൻ എക്സ് 2 മൈനസ് അടുപ്പിച്ച് വരുമ്പോൾ അത് പ്ലസ് ആവും. x + 2², 0 - 9 0 - 9 -9ൻ്റെ സ്ക്വയർ ആണ് കേട്ടോ. ഇവിടെ ഒരു മൈനസ് ആണ്, പക്ഷെ സ്ക്വയർ എടുക്കുമ്പോൾ ആ മൈനസ് എന്താവും? പോസിറ്റീവ് ആവും കേട്ടോ. അപ്പോൾ -9ൻ്റെ സ്ക്വയർ. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ഇതിനെ ഓപ്പൺ ചെയ്യാണ്. ഇതിനെ ഞാൻ ഓപ്പൺ ചെയ്ത് എങ്ങനെയാണെന്നറിയോ? നമ്മളുടെ x - y² ഉള്ള എക്സ്പാൻഷൻ, അല്ലെങ്കിൽ a - b² ഉള്ള എക്സ്പാൻഷൻ വെച്ചിട്ടാണ്. എന്താണ് a - b² അല്ലെങ്കിൽ x - y²? x² - 2xy പ്ലസ് y². ഇനി ഇവിടെ x + y² ആണെങ്കിലോ ഈ മൈനസിന്റെ സ്ഥാനത്ത് എന്താവും? പ്ലസ് ആവും. ആ ഒരു വ്യത്യാസമുള്ളൂ കേട്ടോ. അപ്പോൾ നോക്കിക്കോ, ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് x തന്നെയാണ്, വൈയുടെ സ്ഥാനത്ത് 2 ആണ്. അപ്പോൾ ആദ്യം x², അപ്പോൾ x² മൈനസ് ആണ്, -2. ഇനി 2xy എന്നാണ് കേട്ടോ. അപ്പോൾ 2 × x × 2 എന്നാണ്. അഥവാ 2 × 2 4 ആണ്, 4 × x 4x. ഓക്കെ, ഞാനൊരു സ്റ്റെപ്പ് ചുരുക്കി എഴുതിയതാണ്, മനസ്സിലായല്ലോ. 2xy എന്നാണ്. അപ്പോൾ 2 × x × 2 ആണ്. 2 × 2 2 4 ആണ്, 4 × x 4x. ഇങ്ങനെ ഓർത്താൽ മതി. ഫസ്റ്റത്തേൻ്റെ സ്ക്വയർ വേണം, ലാസ്റ്റത്തേൻ്റെ സ്ക്വയർ വേണം, പിന്നെ ഇത് 3 കൂടിയും ഗുണിക്കണം. ഇനി 5ൻ്റെ സ്ക്വയർ എത്ര? 25. ഇവിടെ പ്ലസ് ആണ് കേട്ടോ. അപ്പോൾ x² പ്ലസ് x² ഇട്ടു, പ്ലസ് ആയതുകൊണ്ട് പ്ലസ്. ഇനി 2 × x × 2, അഥവാ 2 × 2 4 ആണ്, 4 × x 4x പ്ലസ് y². y എന്താണ്? 2 ആണ്, അപ്പോൾ 2² 4. ദെൻ -9ൻ്റെ സ്ക്വയർ, ഞാൻ പറഞ്ഞു മൈനസിൻ്റെ സ്ക്വയർ കാണുമ്പോൾ എന്താവും? പ്ലസ് ആവും. അപ്പോൾ പ്ലസ് 81. ദെൻ ഞാൻ ഈ x²നെയും ഈ 4xനെയും ഇപ്പുറത്തും കൊടുന്നു, ഇവിടെയുള്ള ഈ നമ്പറിനെ ഇപ്പുറത്തോട്ടും കൊടുന്നു. ഇവിടെ ഓൾറെഡി ഒരു 4ഉം 25 ഉണ്ട്, അവിടേക്ക് ഈ +4 വരുമ്പോൾ -4 ആവും, +81 വരുമ്പോൾ -81 ആവും. ഇവിടെ ഓൾറെഡി ഒരു x² ഒരു +4x ഉണ്ട്, അവിടേക്ക് ഈ x² വരുമ്പോൾ -x² ആവും, ഈ -4x വരുമ്പോൾ +4x ആവും. 4ഉം 4ഉം പോയി. ഓക്കെ, ദെൻ ബാക്കി 25ഉം -81 ആണ്. അപ്പോൾ 81ന്ന് 25 കുറക്കും, വലുതെന്ന് ചെറുത് കുറക്കണം.
1 5 പോകില്ല. അപ്പോൾ ഇപ്പുറത്തേക്ക് 1 എടുക്കുമ്പോൾ 11 5 പോയാൽ 6 കിട്ടും. ഇവിടെ ഇനി 7 ആണ്. 7 2 പോയാൽ 5. എന്നിട്ട് വലുതിൻ്റെ ചിഹ്നം ഇട്ട് കൊടുക്കണം. അപ്പം -56. ഓക്കെ. ഇനി ഇവിടെ എക്സ് സ്ക്വയറും എന്തായി പോയി. ഇവിടെ 4x 4x 4 4 എത്രയാണ് 8x. ഇനി ഈ 8നെ അപ്പുറത്ത് കൊണ്ടുവരും. അപ്പം എന്തായി -56/8 ആവും. 8ൻ്റെ ടേബിൾ ചൊല്ലി നോക്കി. 1 8 8 2 16 3 24 4 8 32 8 40 6 8 48 7 8 56. ഓക്കെ. അപ്പോൾ 56/8 എത്രയാണ് 7 കിട്ടും. പക്ഷെ മൈനസ് ഒരു നമ്പർ മൈനസ് ആയതുകൊണ്ട് ആൻസർ എന്താവും -7 ആവും. അപ്പോൾ എക്സ് കിട്ടിയ എത്രയാ -7. വൈ കോർഡിനേറ്റ് നമുക്കറിയാം അത് 0 ആണ്. അപ്പോൾ പിയുടെ കോർഡിനേറ്റ് എന്താ -7 0 ആയിരിക്കും. എന്തായിരിക്കും -7 ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇക്യൂ ഡിസ്റ്റൻസ് വെച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നമ്മുടെ എക്സാമിന് കാണാറുണ്ട്. ശ്രദ്ധിക്കുക കേട്ടോ. ഇക്യൂ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഡിസ്റ്റൻസ് ഈക്വലായി എടുത്തിട്ട് സ്ക്വയർ ചെയ്താൽ മതി. അപ്പോൾ റൂട്ട് പോവും. പിന്നെ ആ ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്താൽ മതി സോൾവ് ചെയ്താൽ മതി. ഓക്കെ.